നമസ്കാരം. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ വിറപ്പിക്കുന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള മെഡിക്കൽ അനാസ്ഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പുന്നപ്ര സ്വദേശിനിയായ ഉഷ ജോസഫ് എന്ന സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീ അനുഭവിച്ച 5 വർഷത്തെ നരകയാതന ഒരു ഭരണകൂട സംവിധാനത്തിൻ്റെ പരാജയമായി മാറിയിരിക്കുകയാണ്. 2021 നടന്ന ശസ്ത്രക്രിയക്കിടെ ഡോക്ടർമാർ വയറ്റിൽ മറന്നുവെച്ച ആർട്ടറി ഫോർസെപ്സ്, അത് ശസ്ത്രക്രിയാ ഉപകരണം, ആ ഒരു ശസ്ത്രക്രിയാ ഉപകരണം അത് വർഷങ്ങളോളം ആ ഒരു സ്ത്രീയുടെ ശരീരത്തെ കാർന്നു തിന്നുകയായിരുന്നു. മൂത്രത്തിൽ കല്ലാണെന്ന് പറഞ്ഞ് അധികൃതർ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും വേദനയുമായി വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോൾ കൃത്യമായ പരിശോധന നടത്താതെ മടക്കി അയക്കുകയും ചെയ്തത് അത്യന്തം ക്രൂരമായിട്ടുള്ള നടപടിയാണ്. ഒടുവിൽ വേദന സഹിക്കാനാവാത്ത രീതിയിൽ എക്സ്റേ എടുത്തപ്പോഴാണ് ഒരു ശസ്ത്രക്രിയാ ഉപകരണം 5 വർഷമായി സ്വന്തം ശരീരത്തിനുള്ളിൽ ഇരിപ്പുണ്ട് എന്ന ഭയാനകമായ സത്യം ആ സ്ത്രീ തിരിച്ചറിയുന്നത്. എന്നാൽ ഈ ഒരു ഞെട്ടിക്കുന്ന സത്യം വാർത്ത അത് പുറത്തു വന്നതിന് ശേഷം കുറ്റവാളികളെ സംരക്ഷിക്കാനും ഇരയെ അപമാനിക്കാനുമാണ് ഭരണകൂടം ശ്രമിച്ചത് എന്നത് പ്രതിഷേധാർഹമാണ്. സ്വന്തം ഭാഗത്തെ വീഴ്ചകൾ സമ്മതിക്കുന്നതിന് പകരമായിട്ട് പാവപ്പെട്ട ആ ഒരു സ്ത്രീയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുന്ന സമീപനമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അവരുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ പെരുമാറിയതും പിന്നീട് അത് മറച്ചുവെക്കാനായിട്ട് ശ്രമിച്ചതുമൊക്കെ തന്നെ ജനാധിപത്യ കേരളത്തിനെ സംബന്ധിച്ച് അപമാനമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം തെരുവിൽ ഉയരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം അത് ആകെ തകരാറിലായിരിക്കുന്നുവെന്നതിൻ്റെ തെളിവായി കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ സംഭവം മുതൽ വണ്ടാനത്തെ ഈ ക്രൂരത വരെ ഇപ്പോൾ നീളുന്ന സംഭവ പരമ്പരകൾ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഈ കേസിൽ പോലീസിൻ്റെ ഇടപെടൽ പരിശോധിക്കുമ്പോൾ ഭരണകൂടവും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് വ്യക്തമാകുന്നുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ തയ്യാറാക്കിയ FIR അത് വായിച്ചാൽ ആർക്കും തന്നെ ഇതിലെ അസ്വാഭാവികത അത് വ്യക്തമാകും. 2021 നടന്ന ശസ്ത്രക്രിയയുടെ തീയതിയായി FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2026 മെയ് 5 എന്നാണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പോലീസ് ഇപ്പോഴേ കേസെടുത്തിരിക്കുന്നു എന്ന ചുരുക്കമാണ്. ഇതൊരു സാധാരണ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന് കരുതി തള്ളിക്കളയാനാവില്ല. കോടതിയിൽ കേസെത്തുമ്പോൾ ഇത്തരം സാങ്കേതിക പിഴവുകൾ പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാനും കേസിൽ നിന്ന് ഊരിപ്പോകാനും വഴിയൊരുക്കും. കേസ് അട്ടിമറിക്കാൻ പോലീസ് ബോധപൂർവം നടത്തിയ നീക്കമാണിതെന്ന് സംശയിക്കാൻ വകയുണ്ട്. പ്രതിപട്ടിക തയ്യാറാക്കിയ കാര്യത്തിലും പോലീസിന് വീഴ്ച പറ്റിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയവരെയോ ഉപകരണങ്ങൾ എണ്ണിത്തിട്ടപ്പെടുന്നതിൽ വീഴ്ച വരുത്തിയ നേഴ്സുമാരെയോ അല്ല പോലീസ് ആദ്യം പ്രതികളാക്കിയത്. പകരം സംഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്തവരെയും സർവീസിൽ നിന്ന് വിരമിച്ചവരെയും ഒക്കെ തന്നെ ഉൾപ്പെടുത്തി ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രമാണ് ഇവിടെ പോലീസ് മെനഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ 2 പേരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിപട്ടികയിൽ പോലും ഇല്ലാത്തവരെ എന്തിന് സസ്പെൻഡ് ചെയ്തു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനായി കരുവാക്കപ്പെടുന്ന ബലിയാടുകളാണോ ഇവരെന്ന സംശയവും പൊതുസമൂഹത്തിൽ ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അനീതികൾക്കിടയിലാണ് വയനാട്ടിൽ നിന്നുള്ള മറ്റൊരു ഹൃദയഭേദകമായിട്ടുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്. വണ്ടാനത്തെ സംഭവത്തിൽ പ്രതികരണവുമായി മെഡിക്കൽ അനാസ്ഥയ്ക്ക് ഇരയായ മറ്റൊരു സ്ത്രീ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം ശരീരത്തിൽ കോട്ടൺ തുന്നി വെച്ചത് മൂലം നരകയാതന അനുഭവിച്ച ആ സ്ത്രീ ഉഷ ജോസഫിൻ്റെ വേദന തൻ്റേത് കൂടിയാണെന്ന് പറയുമ്പോൾ അത് ഈ സർക്കാരിൻ്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. അങ്ങനെ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ തെക്ക് അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഇത്തരത്തിലുള്ള മെഡിക്കൽ അനാസ്ഥകളൊക്കെ തന്നെ തുടർക്കഥയാകുമ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ പരാജയമാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കേവലം പ്രഖ്യാപനങ്ങളിലും പത്രക്കുറിപ്പുകളിലുമൊക്കെ തന്നെ മാത്രമായി ഒതുങ്ങുകയാണ്. രോഗികളുടെ ജീവനേക്കാൾ ഉപരിയായി കൂടുതൽ ഉദ്യോഗസ്ഥരുടെയും പാർട്ടി താല്പര്യങ്ങളുടെയും ഒക്കെ തന്നെ സംരക്ഷണത്തിനാണ് സർക്കാർ ഇവിടെ മുൻഗണന നൽകുന്നത് എന്ന് ഈ സംഭവങ്ങൾ തന്നെ അടിവരയിടുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഇടപെടലുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും തെരുവുകളിലുമൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വയനാട്ടിലും ആലപ്പുഴയിലും നടന്ന സമാനമായ സംഭവങ്ങളിൽ വെറുമൊരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥലത്തിലുള്ള ഒതുക്കി തീർക്കലുകളിലോ കാര്യങ്ങൾ അവസാനിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത്തരത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ പോലീസിനെ ഉപയോഗിച്ച് ആ കേസുകൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ കൂടി ഇപ്പോൾ ജനാധിപത്യ സംവിധാനത്തിന് ആപത്തായി മാറിയിരിക്കുകയാണ്. ഉഷ ജോസഫിനെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് അർഹമായിട്ടുള്ള നീതി ലഭ്യമാക്കുന്നതുവരെയും ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും ശിക്ഷിക്കപ്പെടുന്നതുവരെയും ഈ പ്രതിഷേധം അടങ്ങില്ലെന്നാണ് ഇപ്പോൾ സമരപരിപാടികളിൽ നിന്നും പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്.